ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇന്നു വരെ ഞാൻ നിങ്ങളെ എതിർത്ത് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറയാ, എന്റെ കുഞ്ഞ് ഇപ്പൊ ഒരു മകൻ മാത്രമല്ല, അവളുടെ ഭർത്താവും കൂടിയാ. ഏതായാലും ഈ വിഷയത്തിൽ അധികം സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നാളത്തെ കാര്യം നാളെ നോക്കാം. കോൺട്രാക്ടർ തന്ന പണം ജഗൻ അച്ഛന് കൊടുത്തത് ശരിയായില്ല. എന്തായാലും ജഗനോട് അത് ചോദിക്കണം. വിദ്യേ, ഈ രാത്രി തന്നെ ഇത് അച്ഛനോട് പറയേണ്ട കാര്യമുണ്ടോ? നീ മനുഷ്യ അടങ്ങിയിരുന്നോണം. കയ്യോട് ചെയ്യാനുള്ളത് കയ്യോട് ചെയ്തില്ലെങ്കിലേ അതിന്റെ ചൂടൊന്ന് കെട്ടുവോ? പിന്നെ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി പോലെ ആവും. ഈ രാത്രിയിൽ എല്ലാവരുടെ ഉറക്കം കെടുത്തിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. കൊള്ളാം. മറ്റുള്ളവരുടെ ഉറക്കം കെടുത്തിയിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നതേ ഒരു നല്ല കഴിവാ. ഈ കഴിവ് നിനക്ക് മാത്രം കനിഞ്ഞു കിട്ടിയതാണോ അതോ കുടുംബക്കാർക്ക് മൊത്തം ഉള്ളതാണോ? ഓ, എന്തൊരു കുറിക്ക് കൊള്ളുന്ന വാക്കുകൾ. ഇതുപോലെ 2 വാക്ക് മൈക്കി കൂടി പറഞ്ഞിരുന്നെങ്കിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലെങ്കിലും എടുത്തേനെ. ദേ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അച്ഛൻ വന്നോ? എന്താണ് പതിവില്ലാതെ എന്റെ വരവും കാത്ത്? അച്ഛനോടൊരു കാര്യം പറയണമായിരുന്നു. പറ. ജിതേട്ടനത് പറയാനൊരു മടി. ഒന്നിനും മടിയില്ലാത്ത നീയുണ്ടല്ലോ, പറഞ്ഞോ. നീ പറഞ്ഞാല് എനിക്ക് കേൾക്കാം, എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല. ആ കോൺട്രാക്ടർ അച്ഛനെ ഏൽപ്പിക്കാൻ ജഗന്റെ കയ്യിൽ കൊടുത്ത 2 ലക്ഷം രൂപയില്ലേ? 2 ലക്ഷം രൂപ അത് ജഗൻ അവന്റെ അമ്മായിയച്ഛൻ മാധവൻ നായരുടെ ഓട്ടോറിക്ഷയ്ക്ക് അടച്ചു. ജഗനും വന്ദനയും അത് പറയുന്നത് ഞാൻ കേട്ടു. സത്യമാണോ നീ പറയുന്നത്? സത്യമാണ് അച്ഛാ. ജഗൻ പറയുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ. ജഗാ, ജഗാ, സുമേ, എന്താ പറ്റി? എവിടെ നിന്റെ മകൻ ജഗൻ? ചോദിച്ചേട്ടില്ലേ എവിടെയാണെന്ന്? അച്ഛാ, ആ കോൺട്രാക്ടർ നിന്നെ ഏൽപ്പിച്ച 2 ലക്ഷം രൂപ എവിടെ? അത് അച്ഛാ, ഞാനതൊന്നും മറിച്ചു. തിരിച്ചു തരാം. മറിച്ചെന്നോ? ആരോട് ചോദിച്ചിട്ട്? $2 ലക്ഷം എനിക്ക് പുല്ല. പക്ഷേ നിന്റെ അമ്മായിയപ്പൻ ആ ഏരണം കെട്ട മാധവൻ നായരുടെ കടം വീട്ടാനുള്ളതല്ല. എന്റെ പണം. നിന്റെയും നിന്റെ കെട്ടുകളുടെയും ചെലവ് ഞാൻ നോക്കാം. ജനിപ്പിച്ചു പോയില്ലേ, ഇതുപോലെ. പക്ഷേ നിന്റെ അമ്മായിയപ്പന്റെ ചെലവും കൂടി നോക്കാനുള്ള ബാധ്യത അതെനിക്കില്ല.
അല്ലേ 2 ലക്ഷം രൂപയൊക്കെ വെറുതെ കളയാന്ന് വെച്ചാ പണം ഉണ്ടാക്കുന്നവർക്കേ അതിന്റെ പാടറിയൂ. ഏട്ടത്തിക്ക് അത്രയ്ക്കങ്ങ് നോവണ്ട. കോൺട്രാക്ടറുടെ കൈക്കൂലി പണം ഒരു നല്ല പ്രവൃത്തിക്ക് ചെലവാക്കിയെന്ന് വിചാരിച്ചാൽ മതി. നന്മയുള്ള പ്രവൃത്തി ആയതുകൊണ്ട് അതിന്റെ പുണ്യം അച്ഛനും കിട്ടും. ആ പുണ്യം എനിക്ക് വേണ്ടടാ, നാണമില്ലാത്തവനെ. എന്തിനാ ജഗ, എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ? സമാധാനം ആയോടി നിനക്ക്? ഞാനൊരു അമ്മയാ. എന്റെ മോൻ ഇങ്ങനെ അടികൊണ്ട് നിൽക്കുമ്പോഴേ എന്റെ ചങ്ക് തകരും. അടിച്ചത് വേറെ ആരും അല്ലല്ലോ, തിരുത്ത ഉത്തരവാദിത്തപ്പെട്ട അച്ഛൻ തന്നെയല്ലേ. അതിന് അമ്മയ്ക്ക് എത്ര നോവേണ്ട കാര്യം എന്താ? നോക്കോടി, ആ നോവേ നിനക്കറിയില്ല. നിർത്തടി നിന്റെ പ്രസംഗം. ഇവന്റെ എല്ലാ നെറുകേടിനും കൂട്ടു നിൽക്കുന്നത് നീ ഒറ്റൊരുത്തിയാ. ഇന്നു വരെ ഞാൻ നിങ്ങളെ എതിർത്ത് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറയാ, എന്റെ കുഞ്ഞ് ഇപ്പൊ ഒരു മകൻ മാത്രമല്ല, അവളുടെ ഭർത്താവും കൂടിയാ. അടിച്ചത് അച്ഛനാണല്ലോ എന്ന് കരുതി ഇവന് സഹിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇത്രയും പേരുടെ മുൻപിൽ വെച്ച് ഭർത്താവിന് അടി കിട്ടിയാലേ അതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ഇവളുടെ മനസ്സിലെ കടലിരമ്പവേ എനിക്ക് കേൾക്കാം. കാരണം ഞാനും ഒരു ഭാര്യ. കൊള്ളാം, അമ്മ ഇപ്പോഴും ജഗനെ വിളിച്ചോണ്ട് പോടാ ഈ സാധനത്തിനെ. ഭഗവതിയെ